ലഹരിക്കെതിരെ സൈക്കിളിൽ യാത്ര ചെയ്യുകയാണ് 3 ചെറുപ്പക്കാർ. കൊച്ചി മുതൽ ശ്രീലങ്ക വരെ നീളുന്ന ആ ലഹരി വിരുദ്ധ സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ്. യാത്ര സംസ്ഥാനത്തെ ലഹരി മാഫിയയ്ക്കുള്ള താക്കീതാണെന്നും നല്ലൊരു സന്ദേശമാണെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ലഹരിവിരുദ്ധ സന്ദേശവുമായി കൊച്ചി മുതൽ ശ്രീലങ്ക വരെ സുദീർഘമായൊരു സൈക്കിൾ യാത്ര. എറണാകുളം വടക്കൻ പറവൂരിലെ 3 ചെറുപ്പക്കാർ ആ യാത്രയ്ക്കായി മുന്നിട്ടിറങ്ങി. പറവൂർ പെരുവാരം തച്ചങ്ങാട്ട് ശ്യാമരാജ്, പെരുമ്പടന്ന കൊച്ചുപറമ്പ് കെ.ഡി. ലജു, നെട്ടൂർ നെടുങ്കുഴി നിക്സൺ ഇവരാണ് യാത്രികർ. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ മണ്ഡലമായ പറവൂരിൽ നിന്നാണ് യുവാക്കൾ യാത്ര ആരംഭിച്ചത്. ലഹരിവിരുദ്ധ സന്ദേശവുമായി 2200 കിലോമീറ്ററാണ് മൂവർ സംഘം യാത്ര ചെയ്യുന്നത്. സൈക്കിൾ സൗഹൃദ യാത്ര നോർത്ത് പറവൂർ ക്ലബ് ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. നമ്മുടെ പറവൂർക്കാരായ ശ്യാംരാജുവും ലൈജുവും പിന്നെ എൻ്റെ ജന്മസ്ഥലമായ നെട്ടൂരിൽ നിന്നുള്ള നിക്സനും അവർ 3 പേരും ഒരുമിച്ച് ചേർന്നാണ് പോകുന്നത് എന്നുള്ളത് അവരെ ഏറ്റവും സന്തോഷഭരിതനാക്കുന്നത് എന്നെയാണ്. കാരണം അവർ 3 പേരും ഇതൊരു വലിയ മെസ്സേജാണ്. സൈക്കിളിൽ യാത്ര ചെയ്യുന്നൊന്നുമല്ല, അവരെല്ലാം 83 മണിക്കൂർ സൈക്കിളിൽ യാത്ര ചെയ്ത ലൈജുയുടെ എൻ്റെ റെക്കോർഡ് സൃഷ്ടിച്ച ആളുകളൊക്കെ ഉണ്ട്. അവരെല്ലാം റെക്കോർഡിട്ട ആളുകളാണ് പല രംഗത്തും. ഇതൊരു വലിയ മെസ്സേജാണ്. അതായത് ആരോഗ്യമുള്ള ഒരു തലമുറ ഉണ്ടാകണം. ഇപ്പോഴത്തെ തലമുറ നമ്മുടെ മയക്കുമരുന്നിലേക്കെല്ലാം ആകർഷിക്കപ്പെടുന്നൊരു കാലത്ത് ആരോഗ്യമാണ് പ്രധാനം. ആ ആരോഗ്യം നിലനിർത്തി നന്നായി പോകണമെന്നുള്ളൊരു വലിയ സന്ദേശം കൂടി ഇതിനുണ്ട്. ഇത് മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിനും കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പര്യടനം. പൂപ്പാറ, ബോഡിമേട്ട്, തേനി വഴി നാഗപട്ടണത്തെത്തി അവിടെ നിന്ന് കപ്പൽ മാർഗമാണ് ഇവർ ശ്രീലങ്കയിലെ കങ്കേശു പട്ടണത്തിലെത്തുക. ജാഫ്ന വഴി ജൂൺ 24-ന് കൊളംബോയിലെത്തുന്ന സംഘം പ്രതിദിനം 100 കിലോമീറ്ററാണ് സഞ്ചരിക്കുക. ഞങ്ങൾ ഒരുപാട് നാളത്തൊരു ആഗ്രഹമാണ് ശ്രീലങ്ക പോകണം എന്നുള്ളത്. പോകുന്നതിനോടനുബന്ധിച്ച് ചില സന്ദേശങ്ങളുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ യുവാക്കളെ സൈക്ലിങ്ങിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയുള്ള പദ്ധതികളും ഒക്കെയാണ് ഞങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ യാത്ര തുടരുന്നത്. പിന്നെ അതുപോലെ തന്നെ ടൂറിസം ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് സൈക്ലിസ്റ്റുകൾ, അപ്പം ഞങ്ങൾക്ക് കൊളംബോയിലൊരു സൈക്ലിസ്റ്റുകളുടെ ഒരു ക്ലബിൻ്റെ സ്വീകരണമുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അവരെയും കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ഒരു ആഗ്രഹവും കൂടിയുണ്ട് ഞങ്ങൾക്ക്. വഴിതെറ്റിപ്പോകുന്ന ലഹരിയിലേക്ക് വഴിതെറ്റിപ്പോകുന്ന യുവാക്കളെ കായികമായ സൈക്ലിങ്ങിലേക്ക്, ആ സൈക്ലിംഗ് എന്ന ലഹരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ യാത്ര നടത്തുന്നത്. മുസിരിസ് സൈക്കിൾ ക്ലബ്, നോർത്ത് പറവൂർ മുസിരിസ് സൈക്ലിസ്റ്റ് ക്ലബ്, നോർത്ത് പറവൂർ C3 ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ക്രോസ് കൺട്രി എക്സ്പെഡിഷൻ 2026 എന്ന് പേരിട്ടിരിക്കുന്ന യാത്രയുടെ സന്ദേശം സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു സൈക്ലിംഗ് എന്നാണ്. ഒപ്പം ക്രോസ് കൺട്രി സൈക്കിൾ ടൂറിസവും ആരോഗ്യകരമായ ജീവിതത്തിന് ആരോഗ്യകരമായ സൈക്ലിംഗ് എന്ന സന്ദേശവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.